അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഖുതുബ വിഷയത്തിൽ മനസ്സിന്റെ ശുദ്ധീകരണത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇന്ന് ഏറ്റവും ഹൃദയത്തിൽ അഴുക്കുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട രണ്ട് അഴുക്കുകളെ സംബന്ധിച്ച് ഞാൻ പറയുകയാണ്. ഒന്ന്, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക. പള്ളിയുടേതായാലും മദ്രസയുടേതായാലും റിലീഫ് പ്രവർത്തനത്തിൻ്റെതായാലും ഒക്കെ ആളുകളുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ, ഒരു വയലിന്റെ സദസ്സിൽ പ്രമുഖരായ ആളുകളെ കൊണ്ടുവന്ന് വയല് പറയിക്കും. വലിയ വലിയ സംഖ്യ പള്ളിക്ക് കൊടുക്കാൻ മദ്രസക്ക് കൊടുക്കാൻ വാഗ്ദാനം ചെയ്യും. അല്ലെങ്കിൽ ചില വസ്തുക്കൾ ഉയർന്ന വിലക്ക് ലേലം ചെയ്തെടുക്കും. അത് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷിക്കും. എന്നിട്ട് അതിന്റെ കാശ് കൊടുക്കുകയില്ല. അതേപോലെ വാഗ്ദാനം ചെയ്ത സംഖ്യ കൊടുക്കുകയില്ല. അവസാനം കമ്മിറ്റിക്കാര് അവരുടെ പിറകിൽ നടന്ന് 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 കിട്ടുകയില്ലെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് എഴുതി തള്ളുന്ന ഒരു പതിവാണ്. എന്തിനാണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ വാഗ്ദാനം ചെയ്ത് ആളുകളെ അടുക്കൽ വലിയ ആളാകാൻ വേണ്ടിയല്ല, ഞാൻ ധർമ്മിഷ്ഠനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാൽ അയാളുടെ കാര്യം മഹാ അപകടമാണ്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 264-ാം സൂക്തത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതകും ബിൽ മന്നി വല്ലദ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ എടുത്തു പറഞ്ഞിട്ടും ആളുകളെ വിഷമിപ്പിച്ചിട്ടും നിങ്ങളത് നശിപ്പിച്ചു കളയരുത്. ഏതുപോലെ കല്ലദി യുൻഫിഖു മാലഹു റിആഅന്നാസി, ആളുകളെടുക്കൽ പേരെടുക്കാൻ വേണ്ടി ദാനധർമ്മം ചെയ്ത ആളുകൾ അവരുടെ സമ്പത്ത് നശിപ്പിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ ആളുകളെ അടുക്കൽ പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നത് മഹാ അപകടമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബയ്യിനയിലും പറഞ്ഞു, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം കർമ്മങ്ങളെ ചെയ്യുവാൻ വേണ്ടിയല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, ആളുകളെ എന്തെങ്കിലുമൊക്കെ 4 ആളുകൾ കൊണ്ടുപോയി ഇന്നത് നിങ്ങൾ ചെയ്യണമെന്ന്, അത് ഞാൻ ഏറ്റു എന്ന് പറയും. പിന്നെ പോയാലോ അത് കിട്ടുകയില്ല. എനിക്ക് എന്റെ പ്രവർത്തന മേഖലയിൽ തന്നെ ഒരു ബിരിയാണി ചലഞ്ചില് അരി എഴുത എത്രയോ ആളുകളുണ്ട്, ഒരു ചാക്ക് അരി ഞാൻ തരാം. അപ്പൊ അവര് ചാക്ക് അരി എഴുതിയ ആൾക്ക് 4-5 പാക്കറ്റ് ബിരിയാണി ഫ്രീ ആയിട്ട് അയാൾ വീട്ടിലെത്തിച്ചു കൊടുക്കും. അയാളും മക്കളും തിന്നുന്നു. പിന്നെ അരിയുടെ കാശ് പോയി ചോദിച്ചാലോ, എത്രയോ ആളുകൾ തരാത്ത മനുഷ്യന്മാരുണ്ട്. ഒരു പേടി പോലും ഇല്ല. ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്ത് നമ്മുടെ വീട്ടിൽ ആ കാരണത്താൽ ഭക്ഷണം എത്തി, അത് ഞാനും എന്റെ കുട്ടികളും കഴിച്ചു എന്നുള്ളൊരു പേടിയുമില്ല. എന്നാൽ പരിശുദ്ധ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ മുനാഫിഖി സലാസ, കപടന്മാരുടെ അടയാളം 3ആണ്. അത് ഒന്ന് ഇതാ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്ന കപടന്മാരുടെ അടയാളമാണ് എങ്കിൽ നാം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഒരു കപടനായിട്ട്, ഒരു മൂമിനായിട്ടല്ല, കപട മുനാഫിക്കായിട്ടാണ് നാം വിട പറയുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നൽ മുനാഫിക്കീന ഫി ദിർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ അടിയിലെ തട്ടിലായിരിക്കും മുനാഫിക്കീങ്ങളുടെ കപടന്മാരുടെ പാർപ്പിടം എന്ന് പറയുമ്പോൾ ഞാൻ കപടനായി മരിക്കുമോ എന്നൊരു ഭയപ്പാട് എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു എന്നതാണ് അത്ഭുതം. ഇനി നമ്മുടെ അന്യായമായിട്ട് ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലേലവസ്തുക്കൾ വിളിച്ചു കൊണ്ടുവന്ന് നമ്മളെ മക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് എങ്ങനെയാണ് ഇവർക്ക് അനുവദനീയമാവുക? ആ മക്കളെ ഹറാം അങ്ങനെ തിന്നുകയല്ലേ ചെയ്തത്, ഇത് കാശ് കൊടുക്കാതെ വാപ്പ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ. മറ്റൊരു അസുഖമാണ് അഹങ്കാരം. ഞാനാണ് എല്ലാത്തിന്റെ വലിയത്, ബാക്കിയുള്ള ജനങ്ങളൊക്കെ എന്നേക്കാൾ താഴെയാണ്. ലായദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കുകയില്ല കാന ഫി ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബ്ർ, ഒരു അണു അളവ് അഹങ്കാരം ഉണ്ടായി കഴിഞ്ഞാലോ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്താണ് ഈ അഹങ്കാരം? അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖി വഗ്തുൻ നാസ്, ജനങ്ങളെ ചെറുതായി കാണുകയും നല്ലൊരു കാര്യങ്ങൾ എന്ത് തുടങ്ങിയോ അതിനെ ചെറുതാക്കി സംസാരിക്കുകയും ചെയ്യുക. ഇത് വല്ലാത്തൊരു അസുഖമാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോർട്ടിൽ ഹാജരാക്കുന്ന സമയത്ത് ആദ്യം പറഞ്ഞ ലോകമാനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ അവസ്ഥയെ പറ്റി വിവരിക്കുന്നു. രക്തസാക്ഷിത്വം വഹിച്ച ആളുകളെ കൊണ്ടുവരും. അള്ളാഹുവിന് വേണ്ടി ദീൻ പറഞ്ഞു എന്ന് വരുത്തി തീർത്ത ആളുകളെ, പണ്ഡിതന്മാരെ കൊണ്ടുവരും. അതേപോലെ വലിയ ധർമ്മിഷ്ടം ദാനധർമ്മം ചെയ്തവരെ കൊണ്ടുവരും. എന്നിട്ട് അവരോട് ചോദ്യം ചെയ്തു, എന്തിനാണ് ഇതൊക്കെ പ്രവർത്തിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ വാദിക്കും, ഞാൻ നിന്റെ മാർഗത്തിലാണ് ചെലവഴിച്ചത്. അപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കും, അല്ല, നീ ആളുകൾക്ക് പേരെടുക്കാൻ വേണ്ടി ചെയ്തതാണ്, ഭൗതിക താല്പര്യത്തിന് വേണ്ടി ചെയ്തതാണ്. അതുകൊണ്ട്
അതാ അവനെ അതൊന്നും സ്വീകരിക്കാത്തതുകൊണ്ട് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയി ഇടാൻ അവിടെ ആജ്ഞാപിക്കുന്നു, അങ്ങനെ കൊണ്ടുപോയി വിടുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥ നമുക്ക് ആലോചിച്ചു നോക്കും. അല്ലെങ്കിലും ഇന്നത്തെ ഈ ലോകം, വർത്തമാന ഈ ലോകത്തിന് ആളുകളുടെ പേരെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംവിധാനങ്ങളാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ 4 ആളെ കൂട്ടി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് അത് പല ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്ത്, അതേപോലെ ഒരു മൗലിദായാലും എന്തൊരു നല്ല കാര്യം ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അത് ആളുകളെ കാണിച്ചിട്ടില്ല, ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ അത് എന്തൊക്കെയോ ഒരു ഷെയിം കുറവ് പോലെയാണ്. വളരെ രഹസ്യമായി ഇബാദത്ത് ചെയ്യുന്നവർ കുറഞ്ഞു വരികയാണ് ഈ കാലഘട്ടത്തിൽ. എന്നാൽ രഹസ്യമായി ഇബാദത്ത് ചെയ്താലോ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ്. അതാണ് നോമ്പിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നതിന്റെ കോപ്യമാക്കി വെച്ചത്, എത്രയാണ് അതിന്റെ അളവ് എന്ന്. എന്തുകൊണ്ട്? ഏതോ താമുഹു സറാമുഹു മിന്നജൽ, ഞാൻ കാരണത്താലാണ് അവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതും അവന്റെ കാമവികാരങ്ങളെ നിയന്ത്രിക്കുന്നതും. ഒരാൾക്ക് ഒരു നോമ്പുകാരനാണോ അല്ലേ എന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുകയില്ല. അതേപോലെ പാതിരാ സമയത്തുള്ള നിസ്കാരങ്ങളും പ്രാർത്ഥനയ്ക്കും പ്രതിഫലം കൂടുതലാണ്. അതെന്തുകൊണ്ട്? ആളുകളെ കാണാതെ ആത്മാർത്ഥമായിട്ട് റബ്ബിന് മാത്രം ചെയ്യുന്ന ഒരു ഇബാദത്തായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് മനസ്സ് നാം ശുദ്ധീകരിക്കുക. മനസ്സ് അഴുക്ക് നിറഞ്ഞതാണെങ്കിൽ, ആത്മാർത്ഥതയില്ലെങ്കിൽ എന്ത് കർമ്മങ്ങൾ ചെയ്തിട്ടും കാര്യമല്ല, എല്ലാ കർമ്മങ്ങളും ബാത്തിലാണ്. അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തെരുമാറാവട്ടെ. ആരാധനകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.